നമസ്കാരം. ഞാൻ ഡോക്ടർ പി വി മജീദ്. ഡോക്ടർ എം ഹെൽത്ത് ടോക്കിലേക്ക് സ്വാഗതം. ആരോഗ്യകരവും രുചികരമായ ഒരു സ്നാക്ക് തിരയുകയാണോ നിങ്ങൾ? എങ്കിൽ മത്തങ്ങ വിത്തുകൾ ഒരു മികച്ച ചോയ്സ് ആണ്. ഈ വിത്തുകൾ നിരവധി ആരോഗ്യ ഗുണങ്ങളും നിങ്ങൾക്ക് ആസ്വദിക്കാൻ കഴിയുന്ന സ്വാദിഷ്ടമായ രുചിയും നൽകുന്നുണ്ട്. മത്തങ്ങ വിത്ത് പ്രോട്ടീൻ, ഫൈബർ, അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡുകൾ, വിറ്റാമിനുകൾ, മിനറൽസ് എന്നിവയുടെ ഒരു നല്ല സ്രോതസ്സാണ്. ഇനി ഇതിന്റെ 21 ഗുണങ്ങളെ കുറിച്ച് പറയാം. ഒന്ന്, പോഷകങ്ങളാൽ സമ്പന്നം. മത്തങ്ങ വിത്തിന് കലോറി കൂടുതലാണ്. ഇതിൽ ധാരാളം പ്രോട്ടീൻ, ഫൈബർ, പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്, മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് എന്നിവയുണ്ട്. കൂടാതെ വൈറ്റമിൻ B1, B2, B3, B5, B6, B9, E എന്നിവയും മാംഗനീസ്, കോപ്പർ, മഗ്നീഷ്യം, സിങ്ക്, അയൺ, സോഡിയം എന്നീ പോഷകങ്ങളുമുണ്ട്. 2, ധാരാളം ആന്റി ഓക്സിഡന്റുകൾ. ഇതിൽ ഫ്ലവനോയിഡ്, ഫെനോളിക് ആസിഡ് എന്നീ ആന്റി ഓക്സിഡന്റിൽ ഉയർന്ന അളവിൽ ഉണ്ട്. വൈറ്റമിൻ ഇ, കരറ്റനോയിഡ് എന്നിവ ചെറിയ അളവിലുമുണ്ട്. ആന്റി ഓക്സിഡന്റുകൾക്ക് വീക്കം കുറക്കുവാനും ദോഷരകമായ ഫ്രീ റാഡിക്കലിൽ നിന്ന് നിങ്ങളുടെ കോശങ്ങളെ സംരക്ഷിക്കാനും സാധിക്കും. 3, ചിലതരം അർബുദം തടഞ്ഞേക്കാം. സ്തനാർബുദം, പ്രോസ്റ്റേറ്റ് ക്യാൻസർ തുടങ്ങിയ ചിലതരം ക്യാൻസറുകളെ തടയാൻ മത്തങ്ങ വിത്തിലുള്ള ആന്റി ഓക്സിഡന്റ് സഹായിക്കുമെന്ന് ചില ഗവേഷണ പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. 4, പ്രോസ്റ്റേറ്റ്, മൂത്രസഞ്ചി എന്നിവയുടെ ആരോഗ്യം മെച്ചപ്പെടുത്തിയേക്കാം. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വലുതാകുകയും മൂത്രമഴിക്കുന്നതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ബെനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർപ്ലാസിയ BPH എന്ന അവസ്ഥയുടെ ലക്ഷണങ്ങളിൽ നിന്ന് മോചനം തേടാൻ മത്തങ്ങ വിത്തുകൾ സഹായിച്ചേക്കാം. കൂടാതെ ഓവർ ആക്റ്റീവ് ബ്ലാഡറിന്റെ ലക്ഷണങ്ങളെ ചികിത്സിക്കാൻ ഇത് സഹായിച്ചേക്കാവുന്നതാണ്. 5, ഉയർന്ന മാഗ്നീഷ്യം അളവ്. മത്തങ്ങ വിത്തുകൾ മഗ്നീഷ്യത്തിന്റെ ഏറ്റവും മികച്ച നാച്ചുറൽ സോഴ്സുകളിൽ ഒന്നാണ്. രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിനും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്നതിനും ആരോഗ്യമുള്ള അസ്ഥികളുടെ രൂപീകരണത്തിനും നിലനിൽപ്പിനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്നതിനും മഗ്നീഷ്യം ആവശ്യമായ അളവിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. 6, ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തിയേക്കാം. മത്തൻ വിത്ത് എണ്ണ ചീത്ത കൊളസ്ട്രോൾ LDL, ട്രൈഗ്ലിസറൈഡ് BP എന്നിവ കുറയ്ക്കുന്നതിനുള്ള മാത്രമല്ല നല്ല കൊളസ്ട്രോൾ HDL ലെവലുകൾ ഉയർത്തുന്നതിനും ശരീരത്തിലെ നൈട്രിക് ഓക്സൈഡ് വാതകത്തിന്റെ അളവ് കൂട്ടുന്നതിനും സഹായിച്ചേക്കാം. നൈട്രിക് ഓക്സൈഡ് രക്തക്കുഴലുകൾ വികസിപ്പിക്കാനും രക്തയോട്ടം മെച്ചപ്പെടുത്താനും ആർട്ടറികളിൽ പ്ലാക്ക് വളർച്ചയുടെ സാധ്യത കുറയ്ക്കാനും സഹായിക്കുന്നു. 7, ബ്ലഡ് ഷുഗർ ലെവലുകൾ ഇത് കുറച്ചേക്കാം. ഇതിലുള്ള ഉയർന്ന മാഗ്നീഷ്യം അളവ് ഡയബറ്റിക് രോഗികളിൽ ഗുണകരമായി പ്രവർത്തിച്ചേക്കാം. 8, ധാരാളം ഫൈബറുകൾ ഉണ്ട്. ഇതിൽ ധാരാളം ഫൈബറുകൾ ഉള്ളതുകൊണ്ട് തന്നെ ദഹനാരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിച്ചേക്കാം. അതുവഴി ശരീരഭാരം കുറയ്ക്കുവാനും സറ്റൈറ്റി അഥവാ ഭക്ഷണ സംതൃപ്തി പ്രദാനം ചെയ്യാനും ഇത് സഹായിച്ചേക്കാം. മാത്രമല്ല കുടലിലെ നല്ല ബാക്ടീരിയകളെ പോഷിപ്പിക്കുന്ന ഇതിലെ പ്രീബയോട്ടിക് ഫൈബർ ആരോഗ്യകരമായ ഗട്ട് മൈക്രോബയോം പ്രോത്സാഹിപ്പിച്ചേക്കാം. 9, ബീജത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തിയേക്കാം. ഇതിൽ ധാരാളം സിങ്ക്, ആന്റി ഓക്സിഡന്റ് എന്നിവ ഉള്ളതുകൊണ്ട് ആരോഗ്യകരമായ ടെസ്റ്റോസ്റ്റിറോൺ അളവ് ഉയർത്തിയേക്കാം. എന്ന് മാത്രമല്ല ഫെർട്ടിലിറ്റി ലെവലിനും പ്രത്യുൽപാദന പ്രവർത്തനത്തിനും മറ്റും ഇത് ഗുണം ചെയ്തേക്കാം. 10, ഉറക്കം മെച്ചപ്പെടുത്തിയേക്കാം. ഇതിലുള്ള ട്രിപ്റ്റോഫാൻ എന്ന അമിനോ ആസിഡും മാഗ്നീഷ്യവും ഉറക്കം മെച്ചപ്പെടുത്താൻ സഹായിച്ചേക്കാം. 11, രോഗപ്രതിരോധ ശേഷി ഉയർത്തിയേക്കാം. ഇതിലുള്ള വൈറ്റമിൻ ഇ, ആന്റി ഓക്സിഡന്റ് എന്നിവ രോഗപ്രതിരോധ ശേഷി ഉയർത്താൻ കാരണമായേക്കാം. മത്തങ്ങ വിത്തുകൾ ആന്റി മൈക്രോബിയൽ, ആന്റി ഫംഗൽ, ആന്റി വൈറൽ ഗുണങ്ങൾ പ്രകടിപ്പിച്ചേക്കാം. 12, കൃമി രോഗങ്ങൾക്ക് പ്രയോജനപ്രദം. ടീനിയ പേർപോമിനെ ശരീരത്തിൽ നിന്ന് പുറത്താക്കാൻ ഇത് സഹായിച്ചേക്കാം. 13, സ്ത്രീകളുടെ പ്രത്യുൽപാദന ആരോഗ്യത്തെ പിന്തുണച്ചേക്കാം. ഇതിലുള്ള സിങ്ക് അമ്മമാരിൽ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും കുഞ്ഞിന്റെ ആരോഗ്യകരമായ വളർച്ചയ്ക്കും സഹായിക്കുന്നു. 15, മുടിക്കും ചർമ്മത്തിനും ഗുണകരം. ഇതിന്റെ ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ കാരണം ഇത് മുഖക്കുരു, ചർമ്മ അണുബാധ എന്നിവ തടയാൻ സഹായിച്ചേക്കാം. ഇതിൽ omega-3 ഫാറ്റി ആസിഡും ഉണ്ട്. കൂടാതെ സിങ്ക് കൊളാജൻ ഉൽപാദനം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു. ഇത് ചർമ്മത്തിന്റെ റിപ്പയറിനും റിജുവിനേഷനും സഹായകരമായേക്കാം. മുടി മൃദുവും ശക്തവും തിളക്കമുള്ളതാക്കിയേക്കാം. 16, ഉത്കണ്ഠയും വിഷാദവും കുറച്ചേക്കാം. ഇതിലുള്ള മഗ്നീഷ്യം സ്ട്രെസ് കുറയ്ക്കുവാനും മനസ്സിനെ ശാന്തമാക്കാനും സഹായിച്ചേക്കാം. 17, കണ്ണിന്റെ ആരോഗ്യത്തെ സംരക്ഷിച്ചേക്കാം. ഇതിലുള്ള ബീറ്റോ കരോട്ടീൻ വൈറ്റമിൻ A ആയിട്ട് പരിവർത്തനം
ചെയ്യുന്നത് കൊണ്ട് ഇത് കണ്ണിനെ സംരക്ഷിച്ചേക്കാം. 18 തൈറോയിഡ് ഫംഗ്ഷൻ നിയന്ത്രിക്കുന്നു. ഇതിലുള്ള സിങ്ക്, സെലീനിയം എന്നിവ തൈറോയ്ഡ് ഹോർമോൺ ഉൽപാദനത്തിനും നിയന്ത്രണത്തിനും അത്യാവശ്യമാണ്. 19 കരളിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തിയേക്കാം. ഇതിലുള്ള ആന്റി ഓക്സിഡന്റുകളും ആരോഗ്യകരമായ കൊഴുപ്പുകളും കരളിലെ വിഷാംശം നീക്കം ചെയ്യുന്നതിന് പിന്തുണയ്ക്കുകയും കരളിലെ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്നത് കുറയ്ക്കുകയും ചെയ്തേക്കാം. പ്രത്യേകിച്ച് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് NAFLD ഉള്ളവരിൽ ഇത് ബാധകമാണ്. 20 ആർത്തവ വിരാമ ലക്ഷണങ്ങൾ കുറച്ചേക്കാം. മത്തങ്ങാക്കുരു എണ്ണയിൽ നേരിയ ഫൈറ്റോ ഈസ്ട്രജനിക് ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇത് ഹോട്ട് ഫ്ലാഷസ്, തലവേദന, സന്ധിവേദന തുടങ്ങിയ ആർത്തവ വിരാമ ലക്ഷണങ്ങളെ ലഘൂകരിക്കാൻ സഹായിച്ചേക്കാം. മാത്രമല്ല ഇവരിൽ ഓസ്റ്റിയോപോറോസിസ് തടയാനും ഇത് സഹായിച്ചേക്കാം. 21 അനിമിയയ്ക്കും ഊർജ സംരക്ഷണത്തിനും ഉത്തമമാണ്. ഇതിൽ ഇരുമ്പിന്റെ അംശം കൂടുതലുള്ളതിനാൽ വിളർച്ച തടയുകയും ഊർജ ഉൽപാദനത്തിന് പിന്തുണയ്ക്കുകയും ക്ഷീണം കുറയ്ക്കുകയും ചെയ്തേക്കാം. ഇനി ഇത് കഴിക്കുമ്പോൾ ചില കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് 8 മണിക്കൂറെങ്കിലും കുതിർത്ത് വെച്ച ശേഷം വേണം കഴിക്കാൻ. 2 ദഹന പ്രശ്നമുള്ളവർ ഇത് കഴുകി കുതിർത്ത് ഉണക്കി പൊടിച്ച് കഴിക്കേണ്ടതാണ്. 3 വിത്തുകൾ ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടതാണ്. 4 ഓർഗാനിക് മത്തം വിത്തുകൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. 5 റോപ്പ് കംകിൻ സീഡ് തന്നെ നോക്കി വാങ്ങുക. 6 എഡീമ, ഒബിസിറ്റി, ലോ BP എന്നീ രോഗങ്ങളുള്ളവർ ഇത് വളരെ ചെറിയ അളവിൽ മാത്രമേ കഴിക്കാവൂ. നിങ്ങളുടെ ഡോക്ടറുമായി സംസാരിച്ച ശേഷം മാത്രമേ ഇത് ഉപയോഗിക്കാവൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതേപോലുള്ള കൂടുതൽ വീഡിയോകൾ കാണാൻ സബ്സ്ക്രൈബ് അല്ലെങ്കിൽ പേജ് ഫോളോ ചെയ്യുക. നന്ദി, നമസ്കാരം.